ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു PTM ലേണേഴ്സ്. ഈ വീഡിയോയിൽ അഡ്വാൻസ്ഡ് ഡേറ്റ സ്ട്രക്ചറിൽ വരുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അഡ്വാൻസ്ഡ് ഡേറ്റ സ്ട്രക്ചർ മൊഡ്യൂൾ 1 ഫസ്റ്റ് പാർട്ടാണ് റിവ്യൂ ഓഫ് ബേസിക് ഡേറ്റ സ്ട്രക്ചർ. ഇതിൽ അറേ, ലിങ്ക്ഡ് ലിസ്റ്റ് ആൻഡ് ഇറ്റ്സ് വേരിയൻസ്, സ്റ്റാക്ക്, ക്യൂ ആൻഡ് ട്രീസ്, സെറ്റ് ഡേറ്റ സ്ട്രക്ചർ, റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ്, സെറ്റ് ഇംപ്ലിമെൻറ്റേഷൻ യൂസിങ് ബിറ്റ് സ്ട്രിംഗ്. പിന്നെ സെക്കൻഡ് പാർട്ടിൽ ഹാഷിംഗ് ആണ് വരുന്നത്, സിമ്പിൾ ഹാഷ് ഫങ്ഷൻസ്, കൊളീഷൻ ആൻഡ് കൊളീഷൻ റെസൊല്യൂഷൻ ടെക്നിക്സ്. പിന്നെ തേർഡ് പാർട്ടിൽ അമോർട്ടൈസ്ഡ് അനാലിസിസ് ആൻഡ് ലാസ്റ്റ് പാർട്ടിലാണ് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ഒക്കെ വരുന്നത്. ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്, റെപ്രസെൻറ്റേഷൻസ്, യൂണിയൻ ആൻഡ് ഫൈൻഡ് അൽഗോരിതം. ഈ മൊഡ്യൂളിൽ വരുന്ന ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് മാക്സിമം നമുക്ക് ലാബിൽ യൂസ് ചെയ്യാനുള്ളതാണ്. ഇത് ബേസ് ചെയ്തിട്ട് കൂടുതൽ തിയറി ഒന്നും വരത്തില്ല. പിന്നെ സെക്കൻഡ് ഹാഷിംഗ് തൊട്ടാണ് നമുക്ക് തിയറി പ്രോപ്പർലി ഇതിൽ സ്റ്റാർട്ട് ആവുന്നത്. നമ്മുടെ ചാനലിൽ ഓൾറെഡി അറേ ഓപ്പറേഷൻസ്, സ്റ്റാക്ക് ഇൻട്രൊഡക്ഷൻ ഇതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. NCAയിൽ CS ആൻഡ് നോൺ CS രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ നോൺ CS സ്റ്റുഡൻസിന് പെട്ടെന്ന് അറേ ഓപ്പറേഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ അവർക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇതിലുള്ള അറേ ഓപ്പറേഷൻസ് എല്ലാം സെപ്പറേറ്റ്, ഓരോ ഓപ്പറേഷൻസും സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഈ വീഡിയോയിൽ എല്ലാ അറേ ഓപ്പറേഷൻസും ഒറ്റ പ്രോഗ്രാമിൽ എങ്ങനെ ചെയ്യണം അതാണ് ഇതിൽ പറയാൻ പോകുന്നത്. അതിൻ്റെ അൽഗോരിതം, ഓരോ ഓപ്പറേഷൻ്റെ അൽഗോരിതം ലാസ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ അതിൻ്റെ ഫുൾ കോഡ് മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതിൽ അറേ ഉണ്ട്, പിന്നെ ലിങ്ക്ഡ് ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ, ട്രീസ്. അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ളും തിയറി ആയിരിക്കും. അപ്പോൾ ആദ്യം ലാബിൻ്റെ ഈ ഒരു പാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത പാർട്ടിലോട്ട് പോവാം. ആദ്യം നമുക്ക് ഒരു അറേ വേണം. അറേ ഗ്ലോബലി നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഇതിൽ ഡിസ്പ്ലേ, ഇൻസേർഷൻ, ഡെലീഷൻ, സെർച്ച് ഇതെല്ലാം ഞാൻ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഫങ്ഷൻസ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഫങ്ഷൻസ് വെച്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് മെത്തേഡ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അറേ ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്തത്. ബിക്കോസ് ഓരോ ഫങ്ഷനിലും നമ്മൾ അറേ വെച്ചിട്ടാണ് ഓപ്പറേഷൻസ് നടത്തുന്നത്. അപ്പോൾ അറേ ഗ്ലോബലി ഡിക്ലെയർ ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ അറേ ഞാൻ ഗ്ലോബലി ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇൻറ്റ് ഡേറ്റ ടൈപ്പാണ്. ARR എന്ന് പറയുന്നതാണ് അറേയുടെ നെയിം. പിന്നെ അതിൻ്റെ സൈസ് ഞാൻ മാക്സിമം 30 ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് യൂസർ ഒരു സൈസ് എൻ്റർ ചെയ്ത് തരത്തില്ല. അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇൻറ്റ് n കൊടുത്തിട്ടുണ്ട്. അതും ഗ്ലോബലായിട്ടാണ് ഡിക്ലെയർ ചെയ്തത്. പിന്നെ നമ്മൾ ഒരു പ്രോഗ്രാമിൽ എന്തൊക്കെ യൂസർ ഡിഫൈൻ ഫങ്ഷൻസ് ആണോ യൂസ് ചെയ്യുന്നത് അതെല്ലാം ആദ്യം തന്നെ ഡിഫൈൻ ചെയ്യണം. ലൈക്ക് ഇതിൽ ഞാൻ ഇൻസേർഷൻ, ഡെലീഷൻ, സെർച്ച്, ഡിസ്പ്ലേ ഇത് 4 യൂസർ ഡിഫൈൻ ഫങ്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ അത് പറഞ്ഞു കൊടുക്കണം. ബിക്കോസ് നമുക്ക് C പ്രോഗ്രാമിംഗ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ ഫങ്ഷൻ തൊട്ടാണ്. അപ്പോൾ മെയിൻ ഫങ്ഷൻ തൊട്ട് സ്റ്റാർട്ടായിട്ട് അത് എവിടെ ഉണ്ടാവുന്നോ അവിടെ വെച്ച് പ്രോഗ്രാം എക്സിക്യൂഷൻ തീരും. അപ്പോൾ നമ്മളുടെ പ്രോഗ്രാമിൽ ഈ ഫങ്ഷൻസൊക്കെ ഉണ്ട്, ഈ യൂസർ ഡിഫൈൻ ഫങ്ഷൻസൊക്കെ ഉണ്ട് എന്ന് നമ്മൾ കമ്പൈലറിന് പറഞ്ഞു കൊടുക്കണം. എന്നാലേ ആ എല്ലാ ഫങ്ഷൻസും റൺ ആവത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എല്ലാം ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് വൺ ഇൻസേർഷനാണ്. ആ ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ വോയിഡാണ് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റിട്ടേണൊക്കെ യൂസ് ചെയ്തിട്ട് ഇൻറ്റ് ഇൻസേർഷൻ, ഇൻറ്റ് ഡിലീഷൻ അങ്ങനെയൊക്കെ കൊടുക്കാം. പക്ഷേ ബിഗിനേഴ്സ് ആണെങ്കിൽ അവർക്ക് വോയിഡ് വെച്ച് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസി വേ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആ മെത്തേഡ് യൂസ് ചെയ്യാം. ഞാൻ എല്ലാ പ്രോഗ്രാംസിലും വോയിഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വോയിഡ് ഇൻസേർഷൻ ഓഫ് കൊടുത്തിട്ട് സെമിക്കോളൻ കൊടുക്കണം. നമ്മളിവിടെ ഡിക്ലെയർ ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് സെമിക്കോളൻ വേണം. പിന്നെ അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ഫങ്ഷൻസിനെയും ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ വോയിഡ് ഇൻസേർഷൻ ഓഫ്, വോയിഡ് ഡിലീഷൻ ഓഫ്, വോയിഡ് സെർച്ച് ഓഫ്, വോയിഡ് ഡിസ്പ്ലേ ഓഫ്, ഇങ്ങനെ എല്ലാം കൊടുത്തു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളുടെ സ്റ്റാൻഡേർഡ് ലൈബ്രറീസൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് വൺ ഹാഷ് ഇൻക്ലൂഡ് stdio.h. പിന്നെ ഇതിൽ ഹാഷ് ഇൻക്ലൂഡ് stdlib.h ഉണ്ട്. അത് വേണ്ട, അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ malloc അതൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് ഈ stdlib.h ഇത് യൂസ് ചെയ്യുന്നത്. അത് ഇതിൽ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഹാഷ് ഇൻക്ലൂഡ് stdio.h ആ ഒരു ഹെഡർ ഫയൽ ഇതിൽ ആഡ് ആക്കി. എന്നിട്ട് നമ്മളുടെ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. മെയിൻ ഫംഗ്ഷനിൽ ആദ്യം എനിക്ക് യൂസറിൻ്റെ അടുത്ത് നിന്ന് ഒരു ചോയ്സ് മേടിക്കണം. ഞാൻ ഇതിൽ മെനു ഡ്രിവൻ പ്രോഗ്രാമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ ഡിസ്പ്ലേ 1.display, 2.insertion, 3.deletion, 4.search, 5.exit ഇതെല്ലാം ഡിസ്പ്ലേ ആവും. അപ്പോൾ അത് നോക്കിയിട്ട് യൂസർ 1 to 5 ഒരു നമ്പർ എൻ്റർ ചെയ്യും. അപ്പോൾ അവർ ഏത് നമ്പറാണോ എൻ്റർ ചെയ്യുന്നത് അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ചോയ്സ് ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇൻറ്റ് C കൊടുത്തിരിക്കുന്നത്. പിന്നെ I യൂസ് ചെയ്യുന്നത് ഇറ്ററേഷൻ ലൂപ്പിന് വേണ്ടിയിട്ടാണ് I യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ അറേയുടെ സൈസ് ഇൻപുട്ട് എടുക്കണം. പ്രിൻ്റ് ഓഫ് എൻ്റർ ദ സൈസ് ഓഫ് ദ അറേ.
സ്കാൻഎഫ് %d, ആംപ്രസൻറ്റ് n. ഈ n നമ്മൾ ഗ്ലോബലി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് സൈസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇൻപുട്ട് എടുത്തു. പിന്നെ അറേ എലമെൻറ്റ്സ് ഇൻപുട്ട് ചെയ്യിപ്പിക്കണം. പ്രിൻ്റ് ഓഫ് എൻ്റർ ദ എലമെൻറ്റ്സ്. അറേ എലമെൻറ്റ്സ് നമ്മൾ ഫോർ ലൂപ്പ് വെച്ചിട്ടാണ് ഇൻപുട്ട് എടുക്കുന്നതും പ്രിൻറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഫോർ i = 0, i <n വരെ ആ ലൂപ്പ് പോകണം. i++. ഓരോ ഇറ്ററേഷനിലും അതിലുള്ള ഓരോ അറേ എലമെൻറ്റ്സ് നമ്മൾ ഇൻപുട്ട് എടുക്കുന്നു. പിന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റാണ് വൈൽ ഓഫ് 1. ഈ വൈൽ ഓഫ് 1 എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ ലൂപ്പ് ഇൻഫിനിറ്റ് ടൈംസ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, എക്സിക്യൂട്ട് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈൽ ഓഫ് 1 കൊടുക്കുന്നത്. വൈൽ ഓഫ് 1 കൊടുക്കുമ്പോൾ നമ്മൾ ആ വൈലിൻ്റെ അകത്ത് എന്താണോ കൊടുത്തിട്ടുള്ളത് ആ ഒരു പെർട്ടിക്കുലർ ബോഡി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസ് എക്സിക്യൂട്ട് ആവും. അപ്പോൾ നമുക്ക് എപ്പോഴാണോ എക്സിറ്റ് ആവേണ്ടത് അപ്പോൾ അവിടെ എക്സിറ്റ് കൊടുക്കാം, ബ്രേക്ക് അതൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് വരാം. അല്ലെങ്കിൽ ഇത് ഇൻഫിനിറ്റ് ടൈം എക്സിക്യൂട്ട് ആവും. ഇപ്പോൾ ഞാൻ ഇവിടെ വൈൽ ഓഫ് 1 കൊടുത്തതിൻ്റെ റീസൺ, ഇപ്പോൾ എനിക്ക് ഈ ഫസ്റ്റ് ഞാൻ റൺ ചെയ്യുമ്പോൾ ഈ ഓപ്പറേഷൻസ് ഡിസ്പ്ലേ ആവും. ഈ ഒരു പ്രിൻ്റ് എഫിലുള്ളത് ഡിസ്പ്ലേ ആവും. അറേ ഓപ്പറേഷൻസ് 1.display, 2.insertion, 3.deletion, 4.search and 5.exit. ഈ ഒരു മെനു എനിക്ക് ഡിസ്പ്ലേ ആവും. അപ്പോൾ യൂസർ ഒരു ചോയ്സ് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1 ആണ് കൊടുക്കുന്നതെങ്കിൽ അറേയിലുള്ള എലമെൻറ്റ്സ് എല്ലാം എനിക്ക് ഡിസ്പ്ലേ ആയി കിട്ടും. അപ്പോൾ ഈ ഒരു മെനു അറേ എലമെൻറ്റ്സ് എല്ലാം ഡിസ്പ്ലേ ആയതിനു ശേഷം പിന്നെയും എനിക്ക് ഈ ഒരു മെനു പ്രിൻ്റായി കിട്ടണം. പിന്നെ അടുത്ത യൂസേഴ്സിന് എന്തെങ്കിലും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനുണ്ടെങ്കിൽ അവർക്കത് പെർഫോം ചെയ്യണം. എന്നിട്ട് വീണ്ടും ഈ ഒരു മെനു എനിക്ക് പ്രിൻ്റായി വരണം. എന്നിട്ട് ദ യൂസർ വാണ്ട്സ് ടു എക്സിറ്റ് ഫ്രം ദ പ്രോഗ്രാം. അതുവരെ എനിക്ക് ഈ ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ആവണം. അതുകൊണ്ടാണ് ഇവിടെ വൈൽ ഓഫ് 1 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വൈൽ ഓഫ് 1 കൊടുത്തു. വൈൽ ഓഫ് 1ൻ്റെ അകത്ത് അത് ഓപ്പൺ ചെയ്തിട്ട് പ്രിൻ്റ് ഓഫ് എനിക്ക് ഏതൊക്കെ മെനു ഐറ്റംസ് വേണോ അതെല്ലാം ഇവിടെ കൊടുക്കണം. അപ്പോൾ സ്റ്റാർട്ടിങ് ഞാൻ അറേ ഓപ്പറേഷൻസ് എന്ന് ചുമ്മാ ഹെഡിങ് പോലെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 1.display, 2.insertion, 3.deletion, 4.search, 5.exit ഇത്രയും ഞാൻ കൊടുത്തു. ഇത് നമുക്ക് ഡിഫറെൻറ്റ് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യണമെന്നില്ല. /n ഇട്ടിട്ട് ഒറ്റ പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ചെയ്യാം. പക്ഷേ കോഡ് കുറച്ചുകൂടെ കോംപ്ലെക്സ് ആവും. ഫസ്റ്റ് ടൈം കാണുന്നവർക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അതുകൊണ്ടാണ് സെപ്പറേറ്റ് പ്രിൻ്റ് ഓഫ് യൂസ് ചെയ്യുന്നത്. ഇനി യൂസേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഒരു ചോയ്സ് നമ്മൾ ഇൻപുട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് പ്രിൻ്റ് ഓഫ് എൻ്റർ യുവർ ചോയ്സ് കൊടുക്കുന്നത്. അതിൽ C ആണ് നമ്മൾ ഇൻപുട്ട് എടുക്കുന്നത്. C നമ്മൾ ഇൻപുട്ട് എടുത്തു. ഇനി ആ C വെച്ചിട്ടാണ് സ്വിച്ചിൻ്റെ അകത്ത് പോകുന്നത്. ഇനി നമ്മൾ വൈൽ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തില്ലേ, അത് എൻഡ് ആവുന്നത് ഈ സ്വിച്ച് കേസ് കഴിഞ്ഞിട്ടാണ് ആ വൈൽ ലൂപ്പ് എൻഡ് ആവേണ്ടത്. ഇപ്പോൾ ഫ്രം ദ യൂസർ നമ്മൾ ഒരു ചോയ്സ് ഇൻപുട്ട് എടുത്തു. ഇൻപുട്ട് എടുത്തതിന് ശേഷം ആ ചോയ്സാണ് നമ്മൾ സ്വിച്ച് കേസിൻ്റെ അകത്ത് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യൂസർ 2 ആണ് സെലക്ട് ചെയ്തതെങ്കിൽ ഈ സ്വിച്ച് കേസിൻ്റെ അകത്ത് 2 ആയിരിക്കും പോകുന്നത്. അപ്പോൾ കേസ് 1 നോക്കും. കേസ് 1 ചെക്ക് ചെയ്യുമ്പോൾ 1 ≠ 2 ആണ്. അപ്പോൾ കേസ് 1 അല്ല. പിന്നെ അടുത്ത കേസ് വരും. അടുത്ത കേസ് 2 ആണ്. കേസ് 2 = 2. അപ്പോൾ ഈ ഒരു കേസ് എക്സിക്യൂട്ട് ആവും. അപ്പോൾ ആ കേസ് എക്സിക്യൂട്ട് ആകുമ്പോൾ ഇതിൽ ഞാൻ ഇൻസേർഷൻ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ്ലി ഇൻസേർഷൻ ഫംഗ്ഷൻ എവിടെയാണോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആ ഒരു ലൊക്കേഷനിലോട്ട് ജമ്പ് ചെയ്യും. ഇങ്ങനെയാണ് സ്വിച്ച് വർക്ക് ആവുന്നത്. സ്വിച്ചിൻ്റെ അകത്ത് യൂസർ എൻ്റർ ചെയ്യുന്ന ചോയ്സാണ് പോകേണ്ടത്. നമ്മൾ മെനുവിൽ 1 to 5 വരെ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻസ്. അപ്പോൾ കേസും 1 to 5 വരെ വേണം. കേസ് 1ൽ മെനുവിൽ 1ൻ്റെ നേരെ ഏത് ഓപ്പറേഷനാണോ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് അതായിരിക്കണം കേസ് 1ൽ പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ മെനുവിൽ 1.display ആണ് കൊടുത്തത്. അപ്പോൾ കേസ് 1ലും ഡിസ്പ്ലേ ആണ് എനിക്ക് പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കേസ് 1ൽ ഡിസ്പ്ലേ ഫംഗ്ഷനെ വിളിച്ചിട്ടുണ്ട്. ഇതിന് പേരാണ് ഫംഗ്ഷൻ കോളിംഗ്. അപ്പോൾ ഫംഗ്ഷൻ ഞാൻ കോൾ ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേ ഓഫ് ഫംഗ്ഷൻ്റെ നെയിം ബ്രാക്കറ്റ്സ് സെമിക്കോളൻ. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡേറ്റ ടൈപ്പ് അതിൻ്റെ ഡേറ്റയുടെ നെയിം ഈ ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി കേസ് 1ൽ ഡിസ്പ്ലേ ആണ് വിളിച്ചേക്കുന്നത്. പിന്നെ അത് ബ്രേക്ക് ചെയ്യണം. കേസ് 1 ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ബ്രേക്ക് ആവണം. ദെൻ കേസ് 2ൽ ഇൻസേർഷൻ വിളിക്കണം, ബ്രേക്ക് കൊടുക്കണം. കേസ് 3ൽ ഡെലീഷൻ കോൾ ചെയ്യണം, ബ്രേക്ക് കൊടുക്കണം. കേസ് 4ൽ സെർച്ച് കോൾ ചെയ്യണം, ബ്രേക്ക് കൊടുക്കണം. ഇത് 4 അറേ ഓപ്പറേഷൻസ് ആണ് നമ്മളിപ്പോൾ പെർഫോം ചെയ്യാൻ പോകുന്നത്. പക്ഷേ മെനുവിൽ നമ്മൾ എക്സ്ട്രാ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, എക്സിറ്റ്. എപ്പോൾ യൂസർ എക്സിറ്റ് ആ 5 പ്രസ് ചെയ്യുന്നോ അപ്പോൾ നമുക്ക് ആ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തിട്ട് പുറത്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ 5.exit എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കണ്ടീഷനാണ് കേസ് 5ൽ നമ്മൾ എക്സിറ്റ് ഓഫ് 1 ആണ് കൊടുക്കേണ്ടത്. ഈ എക്സിറ്റ് ഓഫ് 1 മീനിങ് ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ആയാൽ നമ്മളുടെ ഫംഗ്ഷൻ ടെർമിനേറ്റ് ആവും. നമ്മളുടെ പ്രോഗ്രാം ടെർമിനേറ്റ് ആവും. പ്രോഗ്രാം എക്സിക്യൂഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സിറ്റ് ഓഫ് 1 കൊടുക്കുന്നത്. ആൻഡ് ഇതൊരു ബിൽഡ് ഇൻ ഫംഗ്ഷനാണ് ഇൻ C.
അപ്പോൾ നമ്മൾ വൈൽ ഓഫ് 1 കൊടുക്കുന്നത് ആ ഒരു വയലിൻ്റെ അകത്തുള്ള ആ ഒരു ബോഡി ഇൻഫിനിറ്റ് ടൈം എക്സിക്യൂട്ട് ആവാൻ വേണ്ടിയിട്ടാണ് വൈൽ ഓഫ് 1 കൊടുക്കുന്നത്. എക്സിറ്റ് ഓഫ് 1 കൊടുക്കുന്നത് നമ്മളുടെ പ്രോഗ്രാം ടെർമിനേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെനെവർ ദ യൂസർ എൻറ്റേഴ്സ് ദ ചോയ്സ് 5 ആ പ്രോഗ്രാമിൽ നിന്ന് നമ്മൾ എക്സിറ്റ് അടിക്കും. ആ പ്രോഗ്രാം എൻഡ് ആവും, ടെർമിനേറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതൊന്നുമല്ല 1 to 5 അല്ല യൂസർ പ്രസ് ചെയ്തത്, വേറെ എന്തൊക്കെയോ നമ്പറാണ് പ്രസ് ചെയ്യുന്നത്. ആ ഒരു കണ്ടീഷനിൽ ഇൻവാലിഡ് ഓപ്ഷൻ എന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കണം. അതിനാണ് ഡീഫോൾട്ട് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ 1 2 3 4 5 ഇതല്ലാതെ യൂസർ വേറെ എന്തെങ്കിലും നമ്പർ പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇൻവാലിഡ് ഓപ്ഷൻ എന്ന് പ്രിൻ്റ് ചെയ്യണം. അതിനാണ് ഡീഫോൾട്ട് പ്രിൻ്റ് ഓഫ് ഇൻവാലിഡ് ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. ഇവിടെ വെച്ച് ബ്രേക്ക് കൊടുക്കണം. പിന്നെ നമ്മളുടെ വൈൽ ക്ലോസ് ചെയ്യണം. ആദ്യം സ്വിച്ച് ക്ലോസ് ചെയ്യണം, പിന്നെ വൈൽ ക്ലോസ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് മെയിൻ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ നമ്മളുടെ മെയിൻ ഫംഗ്ഷൻ. ഇനിയുള്ളതാണ് നമ്മൾ ഇപ്പോൾ മേളിൽ ഓരോ ഫംഗ്ഷനും കോൾ ചെയ്തില്ലേ, ആ ഫംഗ്ഷനിലുള്ള കറസ്പോണ്ടിങ് ഫങ്ഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ആദ്യം ഉള്ളത് ഡിസ്പ്ലേ ഫംഗ്ഷനാണ്. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ കോഡ് കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഇത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കമൻറ്റ് സെക്ഷനിലുണ്ട്, അതെടുത്ത് വാച്ച് ചെയ്താൽ മതി. ആൻഡ് അതിൽ ഓരോ ഓപ്പറേഷൻസിൻ്റെയും ടൈം സ്റ്റാമ്പും കൊടുത്തിട്ടുണ്ട്. ആ പ്രോഗ്രാമിൻ്റെ കമൻറ്റ് സെക്ഷനിലും ഉണ്ട്, ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം ഡിസ്പ്ലേ ഓപ്പറേഷനാണ്, ഡിസ്പ്ലേ ഫംഗ്ഷനാണ്. വോയിഡ് ഡിസ്പ്ലേ ഓഫ് എന്ന് കൊടുത്തു. ഇനി അത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ നമുക്ക് ലൂപ്പിന് വേണ്ടിയിട്ട് ഒരു വേരിയബിൾ വേണം. അതാണ് ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്തേക്കുന്നത്. നമ്മൾ മെയിൻ ഫംഗ്ഷനിൽ ഡിക്ലെയർ ചെയ്തത് മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് വേറെ എക്സ്ട്രാ വേരിയബിൾസ് വേണമെങ്കിൽ ഓരോ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഇപ്പോൾ ഞാൻ ഗ്ലോബലി വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്ലോബലി ഡിക്ലെയർ ചെയ്തത് എനിക്ക് ഈ പ്രോഗ്രാമിൻ്റെ അകത്ത് ഏത് ഫംഗ്ഷനിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ മെയിൻ ഫംഗ്ഷനിൽ ഞാൻ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ മെയിൻ ഫംഗ്ഷനിൽ ഐ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഈ ഐ വെച്ചിട്ട് എനിക്ക് ഇവിടെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യുവാണെങ്കിൽ എനിക്കത് റോങ് ആവും. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ അകത്ത് എനിക്ക് വീണ്ടും ഒരു ഐ ഡിക്ലെയർ ചെയ്യണം, എന്നാലേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാം മേളിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഗ്ലോബലി ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്താലും കുഴപ്പമില്ല. അതിനേക്കാളും ഫംഗ്ഷൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പോൾ ഇവിടെ ഇൻക്രിമെൻറ്റ് ലൂപ്പിന് വേണ്ടിയിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇനി പ്രിൻ്റ് ഓഫ് ദ അറേ എലമെൻറ്റ്സ് ആർ, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. ദ അറേ എലമെൻറ്റ്സ് ആർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഫോർ ലൂപ്പ് വെച്ചിട്ടാണ് നമ്മൾ അറേ എലമെൻറ്റ്സ് പ്രിൻ്റ് ചെയ്യുന്നത്. ഇൻപുട്ട് എടുക്കുന്നതും ഔട്ട്പുട്ട് കൊടുക്കുന്നതും എല്ലാം ഫോർ ലൂപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ 4 i = 0, i ലെസ് ദാൻ സൈസ്, യൂസർ ഏത് സൈസാണോ എൻ്റർ ചെയ്ത് കൊടുത്തത് ആ സൈസ് വരെ നമുക്ക് പ്രിൻ്റ് ആവണം. സോ i ലെസ് ദാൻ സൈസ്, ഇൻഡെക്സ് 0 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ i ലെസ് ദാൻ n കൊടുക്കുമ്പോൾ i n-1 വരെ പോകത്തുള്ളൂ. ദെൻ i++. ഇനി പ്രിൻ്റ് കൊടുക്കണം. പ്രിൻ്റ് ഓഫ് %d, ARR ഓഫ് i. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഓരോ ടൈം ഈ ലൂപ്പ് എക്സിക്യൂട്ട് ആകുമ്പോഴും ഓരോ വാല്യൂസ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഐയുടെ വാല്യൂ 0 ആയിരിക്കും. ആ കേസിൽ നമുക്ക് അറേയിൽ 0th പൊസിഷനിലുള്ള എലമെൻറ്റ് കിട്ടും. സെക്കൻഡ് ഐയുടെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് അറേയിൽ ഫസ്റ്റ് പൊസിഷനിലുള്ള എലമെൻറ്റ് കിട്ടും. അടുത്ത ഐ വാല്യൂ 2 ആയിരിക്കും. അപ്പോൾ അറേയിലുള്ള സെക്കൻഡ് പൊസിഷനിലുള്ള എലമെൻറ്റ് കിട്ടും. ഇങ്ങനെ i ലെസ് ദാൻ n-1 പോകുന്നത് വരെ നമുക്ക് ഡിസ്പ്ലേ ആവും. ദെൻ നെക്സ്റ്റ് ഓപ്പറേഷനാണ് ഡിസ്പ്ലേ ഓപ്പറേഷൻ. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഓപ്പറേഷനാണ് ഇൻസേർഷൻ. ഇൻസേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു ഡേറ്റ വേണം. നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന ഒരു എലമെൻറ്റ് വേണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് പൊസിഷനിലാണോ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു പൊസിഷന് വേണ്ടിയിട്ട് ഒരു വേരിയബിൾ വേണം. ആ പൊസിഷന് വേണ്ടി യൂസ് ചെയ്യുന്ന വേരിയബിളാണ് ഞാൻ p ആയിട്ട് എടുത്തേക്കുന്നത്. ആൻഡ് ഡേറ്റ പാർട്ടാണ് ഞാൻ x ആയിട്ട് എടുത്തേക്കുന്നത്. ഡേറ്റ ഓർ അറേയിലുള്ള എലമെൻറ്റ്, നമ്മൾ പുതിയതായിട്ട് ഒരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ ഒരു എലമെൻറ്റാണ് x. പിന്നെ ഏത് പൊസിഷനിലാണോ നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് ആ ഒരു പൊസിഷനാണ് p. ഇനി ആദ്യം യൂസേഴ്സിൻ്റെ അടുത്ത് ഏത് പൊസിഷനിലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് പൊസിഷൻ ഇൻപുട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഡേറ്റ ഇൻപുട്ട് എടുക്കണം. ദെൻ ഇത് രണ്ട് ഇൻപുട്ട് എടുത്തതിന് ശേഷം എന്നിൻ്റെ വാല്യൂ 1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യണം. ബിക്കോസ് യൂസർ എൻ്റർ തരുന്ന സൈസ് ഇപ്പോൾ 5 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പുതിയതായിട്ട് ഒരു എലമെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ ആ സൈസ് 6 ആവും. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ലൂപ്പ് വെക്കണം. 4 i int i = n. ഞാൻ ഇവിടെ
ഇൻറ്റ് ഐ ഡിക്ലെയർ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഫോർ ലൂപ്പിൽ ഇൻറ്റ് ഐ എന്ന് കൊടുക്കുന്നത്. ഐ ഈക്വൽ ടു n തൊട്ട് p-1 വരെ നമുക്ക് ലൂപ്പ് പോകണം. ആൻഡ് p-1 വരെ പോയിട്ട് എലമെൻസിനെ ഇവിടെ ഷിഫ്റ്റാണ് ചെയ്യുന്നത്. എലമെൻസിന് ഷിഫ്റ്റ് ചെയ്യും. ലൈക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ ഈക്വൽ ടു n, ആ ഒരു കേസ് വരുമ്പോൾ array of nth പൊസിഷനിലുള്ള ആ ഒരു എലമെൻറ്റ് n+1th പൊസിഷനിൽ പോവും. ലൈക്ക് റൈറ്റിലോട്ട് 1 വെച്ച് ഷിഫ്റ്റ് ആവും. പി വരെയുള്ള എല്ലാ എലമെൻസും റൈറ്റിലോട്ട് ഒന്ന് ഷിഫ്റ്റ് ആവും. അപ്പോൾ നമുക്ക് നടുക്ക് ഒരു സ്പേസ് കിട്ടും. ഈ സ്പേസിലാണ് നമ്മൾ ഡേറ്റ ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ചെക്ക് ചെയ്യാം. അതിൽ നോട്ടിൽ ഡയഗ്രാമൊക്കെ വരച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കൊരു സ്പേസ് കിട്ടും. സ്പേസ് കിട്ടിയിട്ട് നമ്മൾ array of p-1ലാണ് ഈ ഒരു എലമെൻറ്റ് സ്റ്റോർ ചെയ്യുന്നത്. ബിക്കോസ് ഇപ്പോൾ യൂസർ 1 ആണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന പൊസിഷൻ 0 ആയിരിക്കും. ബിക്കോസ് അറേയിലെ അറേയിൽ ഇൻഡെക്സിങ് 0 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ യൂസേഴ്സിന് അത് അറിയത്തില്ല. അവരത് 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ യൂസേഴ്സ് 1 ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ 0th പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യണം. യൂസർ ഇപ്പോൾ 4 ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ 3rd പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ n തൊട്ട് p-1 വരെ ഉള്ള എല്ലാ എലമെൻസിനെയും 1 റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ p-1th പൊസിഷൻ ഫ്രീ ആവും. അതിൽ ഡേറ്റ ഇൻസേർട്ട് ചെയ്താൽ മതി. ഇനിയുള്ളതാണ് ഡെലീഷന് എനിക്കൊരു പൊസിഷൻ വേണം. ഏത് പൊസിഷനിലാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പൊസിഷൻ വേണം. പിന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന എലമെൻറ്റ് സ്റ്റോർ ചെയ്ത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ് വേണം. അപ്പോൾ ആദ്യം നമ്മൾ ഏത് പൊസിഷനാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അത് ഇൻപുട്ട് ചെയ്യണം. printf enter the position to delete, അത് നമ്മൾ പിയിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. ഇനി പിയിലുള്ള എലമെൻറ്റ് യൂസർ പി എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, യൂസർ ഇപ്പോൾ 5 ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്ന എലമെൻറ്റ്, ഇപ്പോൾ യൂസർ 5 ആണ് കൊടുക്കുന്നത്, അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത് 4th പൊസിഷനിലുള്ള എലമെൻറ്റാണ്. അപ്പോൾ ഇപ്പോൾ യൂസർ ഒരു പൊസിഷൻ എൻ്റർ ചെയ്ത് തന്നു. ആ പൊസിഷൻ്റെ -1 പൊസിഷനിൽ ഏത് എലമെൻറ്റാണോ ഉള്ളത് അതിനെ എടുത്ത് എക്സിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ബിക്കോസ് ദ ഡിലീറ്റഡ് എലമെൻറ്റ് ഇസ് എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എക്സ് ഇസ് ഈക്വൽ ടു array of p-1. അപ്പോൾ യൂസർ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞ പൊസിഷനിലുള്ള എലമെൻറ്റ് ഇപ്പോൾ എക്സിൽ സ്റ്റോറായി. ഇനി printf the deleted elements എന്ന് പറഞ്ഞിട്ട് നമുക്ക് എക്സ് കൊടുക്കാം. അല്ലെങ്കിൽ ഈ 2 സ്റ്റെപ്പിന് പകരം ഒറ്റ സ്റ്റെപ്പിലും ചെയ്യാം. the deleted elements array of p-1 എന്ന് കൊടുത്താലും മതി. അപ്പോൾ ഈ എക്സ് ഡിക്ലെയറും ചെയ്യേണ്ട, ഈ ഇക്വേഷനും കൊടുക്കണ്ട, എക്സ് ഈക്വൽ ടു എന്ന്. അത് നിങ്ങളുടെ ചോയ്സാണ്. ഇനി നമ്മൾ ഒരു എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അറേയിൽ 5 എലമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ ഒരു എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യുവാണെങ്കിൽ അറേയുടെ സൈസ് 4 ആവും. അപ്പോൾ അതുകൊണ്ടാണ് n is equal to n-1 സൈസ് ഒന്ന് ഡിക്രീസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഫോർ ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ഫോർ i ഈക്വൽ ടു പൊസിഷൻ -1. ഇപ്പോൾ യൂസർ 5th പൊസിഷനാണ് ഡിലീറ്റ് ചെയ്യാൻ പറയുന്നതെങ്കിൽ 4th പൊസിഷൻ തൊട്ടാണ് ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ദെൻ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n വരെ പോകണം. പൊസിഷൻ തൊട്ട് n വരെ പോകണം. i++. ഇനി array of iയിൽ array of i+1 എടുത്ത് വയ്ക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിൽ 2, 3, 4, 5 ഉണ്ട്. എനിക്ക് 3 ആണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. യൂസർ എൻ്റർ ചെയ്യുന്ന പൊസിഷൻ 2 ആണ്. അപ്പോൾ ഇതിൽ ഇൻഡെക്സ് വാല്യൂ 0, 1, 2, 3. ഞാൻ ഫസ്റ്റ് പൊസിഷനിലുള്ള എലമെൻ്റ് ആണ് ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈ ഫസ്റ്റ് പൊസിഷൻ തൊട്ട് n വരെ ലൂപ്പ് എക്സിക്യൂട്ട് ആവണം. ആ ടൈമിൽ array of i, ഈ ഒരു array of i, ഈ പൊസിഷനിൽ array of i+1 ഉള്ള എലമെൻറ്റ് ഞാൻ ഷിഫ്റ്റ് ചെയ്ത് എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ 2 അവിടെ തന്നെ കാണും, ഇവിടെ 3 കാണത്തില്ല. 3ന് പകരം 4 ആണ് വരുന്നത്. ബിക്കോസ് a of iയിൽ നമ്മൾ i+ലുള്ള എലമെൻ്റാണ് എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ 4, പിന്നെ 4 ഉള്ള പൊസിഷനിൽ 5 വരും. അപ്പോൾ 2, 4, 5 നമ്മൾ array സൈസ് ഒന്ന് ഡിക്രീസ് ചെയ്തു. അപ്പോൾ ഇതിലിപ്പോൾ സൈസ് 3 ആയിരിക്കും. ഇങ്ങനെയാണ് ഡിലീഷൻ നടക്കുന്നത്. ഫ്രം ദ പൊസിഷൻ, ഏത് പൊസിഷനിലാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ പൊസിഷനിൽ അതിൻ്റെ നെക്സ്റ്റ് എലമെൻറ്റ് എടുത്ത് വെക്കണം. പിന്നെ അതുപോലെ n വരെ കണ്ടിന്യൂ ചെയ്യണം. നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യം എല്ലാ എലമെൻറ്റ്സും റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. പൊസിഷൻ വരെയുള്ള എലമെൻറ്റ്സ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. എന്നിട്ട് ആ ഒരു ബ്ലാങ്ക് സ്പേസിൽ എലമെൻറ്റ് ആഡ് ചെയ്യാം. നെക്സ്റ്റ് വൺ ആണ് സെർച്ച് ഫംഗ്ഷൻ. സെർച്ചിങ്ങിന് നമുക്ക് യൂസർ ഒരു എലമെൻറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കും. ആ എലമെൻറ്റ് നമ്മളുടെ അറേയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കണം. അറേ എലമെൻറ്റ് ഉണ്ടെങ്കിൽ അത് ഏത് പൊസിഷനിലാണോ ഉള്ളത് എന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കണം. അറേയിൽ ആ എലമെൻറ്റ് ഇല്ലെങ്കിൽ എലമെൻറ്റ് നോട്ട് ഫൗണ്ട് എന്ന്
പ്രിൻ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ യൂസർ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു എലമെൻറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇറ്ററേഷന് വേണ്ടിയിട്ട് ഐ യൂസ് ചെയ്യുന്നു. ദെൻ ഒരു ഫ്ലാഗും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. എലമെൻറ്റ് അറേയിലുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലാഗും കൂടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം പ്രിൻ്റ് ഓഫ് എൻ്റർ ദ എലമെൻറ്റ് യു ആർ സെർച്ചിങ് ഫോർ എന്ന് കൊടുക്കണം. അതിൽ നമ്മൾ അവർ എൻ്റർ ചെയ്യുന്ന ആ ഒരു വാല്യൂ നമ്മൾ എസ്സിലാണ് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ഫോർ ലൂപ്പ് വെച്ചിട്ടാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. ഫോർ i = 0 തൊട്ട് n വരെ പോകണം i++. ഇങ്ങനെ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ആകുമ്പോൾ യൂസർ എൻ്റർ ചെയ്യുന്ന കൊടുത്ത ആ ഒരു എലമെൻറ്റും അറേയിലുള്ള ആ ഒരു എലമെൻറ്റും സെയിം ആണോ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഈക്വൽ ആണെങ്കിൽ നമ്മൾ പ്രിൻ്റ് ഓഫ് എലമെൻറ്റ് ഫൗണ്ടഡ് പൊസിഷൻ എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്യിപ്പിക്കും. ആൻഡ് ഫ്ലാഗിനെ 1 ആയിട്ട് സെറ്റ് ചെയ്യും. നമ്മൾ ആദ്യം ഫ്ലാഗ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഫ്ലാഗ് = 0 എന്നാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് എലമെൻറ്റ് ഉണ്ടെങ്കിൽ അതിനെ ഫ്ലാഗ് = 1 എന്ന് മാറ്റണം. എന്നിട്ട് ആ ഒരു ഫോർ ലൂപ്പ് എല്ലാം ക്ലോസ് ചെയ്യാം. ഇഫ് ഫോർ ലൂപ്പ് എല്ലാം ക്ലോസ് ചെയ്യാം. അതിൻ്റെ പുറത്ത് വന്നിട്ട് ഫ്ലാഗ് ഇപ്പോഴും 0 ആണോ ഓർ 1 ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഈ ഫ്ലാഗ് = 0. ഫ്ലാഗ് 0 ആണെങ്കിൽ അതിൽ എലമെൻറ്റ്സ് ഇല്ല എന്നാണ് മീനിങ്. എലമെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഫ്ലാഗിനെ 1 ആയിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ എലമെൻറ്റ് ഇല്ലെങ്കിൽ ഫ്ലാഗിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഫ്ലാഗ് 0 ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഫ്ലാഗ് 0 ആണെങ്കിൽ എലമെൻറ്റ് ആ ഒരു അറേയിൽ ഇല്ല. ഇതാണ് മീനിങ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അറേ ഓപ്പറേഷൻസ്. അറേ ഓപ്പറേഷൻസിൽ മെയിൻലി 4 ആണ് വരുന്നത്: ഇൻസർഷൻ, ഡിലീഷൻ, സെർച്ചിങ് ആൻഡ് ഡിസ്പ്ലേ. ഇതിൻ്റെ ഔട്ട്പുട്ട് കൂടി നോക്കാം. ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് എൻ്റർ ദ സൈസ് ഓഫ് ദ അറേ ആണ് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 5 ആണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റർ ദ എലമെൻറ്റ്സ് 1 3 5 7 9 5 എലമെൻറ്റ്സ് എൻ്റർ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ അറേ ഓപ്പറേഷൻസ് എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം അറേയിൽ എന്തൊക്കെ എലമെൻറ്റ്സ് ഉണ്ടെന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. അപ്പോൾ ഞാൻ 1 കൊടുക്കുന്നു. 1 കൊടുക്കുമ്പോൾ ഇത് അറേ എലമെൻറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ട് 1 3 5 7 9 വരെ പ്രിൻ്റായി. ഇനി എനിക്ക് ഒരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ പിന്നെയും എൻ്റർ യുവർ ചോയ്സ് പറയുമ്പോൾ ഞാൻ 2 ആണ് കൊടുക്കുന്നത്. എൻ്റർ ദ പൊസിഷൻ ടു ഇൻസേർട്ട്. എനിക്കിപ്പോൾ 3rd പൊസിഷനിലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. എൻ്റർ ദ ഡീറ്റ ടു ബി ഇൻസേർട്ടഡ്. 3rd പൊസിഷനിൽ 4 ആണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇൻസേർട്ട് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. ഡിസ്പ്ലേക്ക് 1 ആണ് പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ 1 കൊടുക്കുമ്പോൾ അറേ എലമെൻറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ട് 1 3 4 5 7 9 വന്നു. ഇപ്പോൾ 3rd പൊസിഷനിൽ 4 ആഡായി ആൻഡ് അറേയുടെ സൈസ് 6 ആയി. ഇതിലിപ്പോൾ 6 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. ഇനി ഡെലീഷൻ വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഡെലീഷന് 3 ആണ്. അപ്പോൾ ഞാൻ 3 കൊടുത്തു. എൻ്റർ ദ പൊസിഷൻ ടു ഡിലീറ്റ്. എനിക്കിപ്പോൾ 5th പൊസിഷനാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. ദ ഡിലീറ്റഡ് എലമെൻറ്റ് 7 1 2 3 4 5 5th പൊസിഷനിലുള്ളത് 7 ആണ്. 7 ഡിലീറ്റായി. ഇനി അറേയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. 1 പ്രസ് ചെയ്യുമ്പോൾ ദ അറേ എലമെൻറ്റ്സ് ആർ 1 3 4 5 9 7 ഡിലീറ്റായി. ഇനി സെർച്ച് ചെയ്ത് നോക്കാം. സെർച്ചിൻ്റെ വാല്യൂ 4 ആണ് മെനുവിൽ. അപ്പോൾ 4 കൊടുത്തു. എൻ്റർ ദ എലമെൻറ്റ് യു ആർ സെർച്ചിങ് ഫോർ. ഇപ്പോൾ ഞാൻ 5 കൊടുക്കുന്നു. ദ എലമെൻറ്റ് ഫൗണ്ടഡ് പൊസിഷൻ 4th പൊസിഷനിൽ 5 ആണുള്ളത്. അപ്പോൾ അതങ്ങനെ നമുക്ക് ഡിസ്പ്ലേ ആയി. ഇനി ഇല്ലാത്തൊരു എലമെൻറ്റ് കൊടുത്ത് നോക്കാം. സെർച്ചാണ്, അതുകൊണ്ട് 4 കൊടുക്കുന്നു. എലമെൻറ്റ് ഇപ്പോൾ 2 ഈ അറേയിൽ ഇപ്പോൾ 2 ഇല്ല. അതുകൊണ്ട് 2 കൊടുത്ത് നോക്കുന്നു. 2 കൊടുക്കുമ്പോൾ എലമെൻറ്റ് നോട്ട് ഫൗണ്ട് എന്ന് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ അറേ ഓപ്പറേഷൻസ്. ഇനി എക്സിറ്റ് അടിക്കാം. 5 കൊടുത്താൽ എക്സിറ്റ് ആവും. 5 കൊടുത്തു. 5 കൊടുക്കുമ്പോൾ പ്രോസസ് ഫിനിഷ്ഡ് വിത്ത് എക്സിറ്റ് കോഡ് 1. ഇപ്പോൾ ഈ പ്രോഗ്രാം ടെർമിനേറ്റ് ആയി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ലോജിക്സ് ആയിരിക്കും. ചിലപ്പോൾ എന്നെക്കാട്ടിലും ഈ കോഡിനെക്കാട്ടിലും എഫിഷ്യൻ്റ് ആയിരിക്കും നിങ്ങൾ ചെയ്യുന്ന കോഡ്. അപ്പോൾ ലോജിക് മാത്രം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്ത് നോക്കണം. സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അത് കിട്ടിയില്ലെങ്കിൽ മാത്രം ഇങ്ങനത്തെ കോഡൊക്കെ റെഫർ ചെയ്താൽ മതി. ആൻഡ് ഈ ഒരു പർട്ടിക്കുലർ കോഡിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ കോഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. താങ്ക് യു.